ഹായ് ഫ്രണ്ട്സ്, ബിഗിനേഴ്സ് ഓൺ മലയാളം യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ ഉള്ളത് അശ്വത് ബ്രോ ആണ്. ഹായ്, മറ്റൊരു ഫാം വിശേഷങ്ങളായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയത്. അപ്പം ഇത് എവിടെയാണ്, എന്താണ്, ഇവിടെ എത്ര വെറൈറ്റി ഉണ്ടെന്നൊക്കെ ഉള്ളത് നമ്മുടെ അശ്വത് ബ്രോ പറഞ്ഞു തരും. ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ നമ്മളിത് എവിടെയാണ് വരുന്നത്? നമ്മൾ കറക്റ്റ് വരുന്നത് രാമനാട്ടുകരയാണ്. രാമനാട്ടുകര ജസ്റ്റ് ഒരു 8 കിലോമീറ്റർ ഉള്ളോട്ട് ഇങ്ങോട്ട് പോയിരുന്നു. ഉള്ളോട്ട് മാറിയിട്ടാണ് ഈ ഒരു ഫാം ഉള്ളത്. ഏകദേശം എത്രയായി ഇപ്പൊ ഇവിടെ തുടങ്ങിയിട്ട്? ഏകദേശം ഇത്ര സെറ്റപ്പിലൊക്കെ ആയിട്ട് ഒരു വർഷം. ഓക്കെ, ഒരു വർഷമായി ഇപ്പൊ നിലവിൽ. ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗപ്പീസ് തന്നെയാണ് അല്ലേ? ഗപ്പീസ് തന്നെ, ഗപ്പി വെറൈറ്റികൾ. ഏകദേശം എത്ര വെറൈറ്റി ഇപ്പൊ ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഏകദേശം ഒരു 25+. ഒരു വർഷം കൊണ്ട് 25 വെറൈറ്റി ഇപ്പൊ ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതലുണ്ട്, പക്ഷെ ഇപ്പൊ കൊടുക്കാനുള്ളത് പറഞ്ഞാൽ 10-25 വെറൈറ്റി എന്തായാലും കൊടുക്കാനുള്ളൂ. അപ്പൊ അത് ഏതാണ്, എന്തൊക്കെയാന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൊടുത്താൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് ആദ്യ വെറൈറ്റി പരിചയപ്പെട്ടല്ലോ. ഇതേതാ വെറൈറ്റി വരുന്നത്? ഇത് നമ്മളെ പ്ലാറ്റിനം കോയി ഡംബോ ആണ്. പ്ലാറ്റിനം കോയി ഡംബോ ഇയർ അല്ലേ? നല്ലൊരു, എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ള ഒരു നല്ലൊരു വെറൈറ്റി തന്നെയാണ് അത്. നല്ല വെറൈറ്റിയാണ്. അത്യാവശ്യം നല്ല ഡംബോ ഇയറും. പിന്നെ എനിക്ക് തോന്നുന്നു കൂടുതൽ മെയിലായിരിക്കും കുറച്ചുകൂടി കാണാൻ ഭംഗി. മെയിലാണ്, ബ്ലൂഷ് കളറൊക്കെ വന്നിട്ട്. പിന്നെ അതേമാതിരി തന്നെ ഫീമെയിലും വലിയ കുഴപ്പമില്ല, കാരണം അതിൻ്റെ ടൈലിന്റെ മുകളിലൊക്കെ നല്ല രീതിയിൽ കളറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ. ഇത് നമുക്ക് എങ്ങനെയാ കൊടുക്കാനുണ്ട്? അത്യാവശ്യം കൊടുക്കാനുണ്ട് അല്ലേ? ഇതെങ്ങനെയാ പ്രൈസ് ഒക്കെ വരുന്നത്? ഇതൊരു 200 വരും. 200 ആണ് ഇപ്പൊ റേറ്റ് ഉള്ളത്. ഇപ്പൊ എത്ര പേരൊക്കെ കൊടുക്കാനുണ്ടാവും? ഇപ്പൊ പേര് ഒരുപാടുണ്ടാവും. നമുക്ക് നല്ല അടുത്ത വെറൈറ്റി പരിചയപ്പെട്ടല്ലോ. ഇതേതാ വെറൈറ്റി വരുന്നത്? ഇത് നമ്മളെ എമറാൾഡ് ഗ്രീൻ ആണ്. എമറാൾഡ് ഗ്രീൻ നല്ലൊരു വെറൈറ്റി തന്നെയല്ലേ അത്? നല്ല വെറൈറ്റി ആണ്. നല്ലപോലെ ടൈല് വരും ചെയ്യും. പിന്നെ ഡോർസലും വരുന്നുണ്ട്. വരും. നല്ലപോലെ കുഞ്ഞുങ്ങളെയും കിട്ടും. നമുക്ക് ഇത് ബ്ലാക്ക് ഐ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല കുഞ്ഞുങ്ങളെയും കിട്ടും അല്ലേ? കിട്ടും. ഓക്കെ, ഇതെങ്ങനെയാ നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ടോ? ഇഷ്ടം പോലെ കൊടുക്കാനുണ്ട് അല്ലേ? ഇതെങ്ങനെയാ പ്രൈസ് ഒക്കെ വരുന്നത്? എങ്ങനെയാ? 100-150 ആ റേഞ്ചിൽ. ഇത് നമുക്ക് അടുത്തൊരു വെറൈറ്റി കൂടെ പരിചയപ്പെടാം. ഇതേതാ വെറൈറ്റി വരുന്നത്? നമ്മളെ ബ്രസീലിയൻ റെഡ് ആണ്. ബ്രസീലിയൻ റെഡ് അല്ലേ? നല്ലൊരു എന്നും നിലനിന്ന് പോണ ഒരു നല്ലൊരു വെറൈറ്റി ഉണ്ടാവുന്നത്. പഴയ മോഡലാണ്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള എൻക്വയറി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? നല്ല സെയിലും നടക്കുന്ന റൈറ്റ് ആണ്. ഓക്കെ, ഇതിലെനിക്ക് തോന്നുന്നു ഫീമെയിൽ കുറച്ചുകൂടി ഒരു വലിപ്പമുള്ളതാണ്. നല്ല സൈസ് വരുന്നുണ്ട്. മെയിലിനെക്കാട്ടും കുറച്ചുകൂടി സൈസ് കൂടുതലാണ് ഫീമെയിലിന്. ഓക്കെ, നല്ല ടൈല്, നല്ല വിരിഞ്ഞ ഡോർസലും, നല്ല വിരിഞ്ഞ ഫ്ലവർ ടൈപ്പ് വരുന്നത്, അങ്ങനത്തെ ഒരു ടൈപ്പാണ് വരുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ടോ? ഇതെങ്ങനെയാ പ്രൈസ് ഒക്കെ വരുന്നത്? 100-150 ആ ലെവലിൽ തന്നെയാ അല്ലേ? അപ്പൊ നമുക്ക് എന്താ പറയാ, നമ്മുടെ എണ്ണം പറഞ്ഞ രാജാക്കന്മാരിൽ ഒന്നെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള റെഡ് വെറൈറ്റി തന്നെ പരിചയപ്പെടാം. ഇത് ഏതാ വെറൈറ്റി വരുന്നത്? ഇത് ഫുൾ റെഡ് ഫ്ലവർ ഡോർസലാണ്. ഫുൾ റെഡ് ഫ്ലവർ ഡോർസൽ. അത്യാവശ്യം നല്ല മാർക്കറ്റും എന്നും നിലനിന്ന് പോകുന്നൊരു ഐറ്റം കൂടി അല്ലത് ഐറ്റാണ്. ഓക്കെ, നമുക്ക് ഇത് എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളൊക്കെ വളരെ കുറവാണ് കിട്ടുക അല്ലേ? നല്ലപോലെ കഴിക്കും നല്ലപോലെ കുഞ്ഞുങ്ങളെ കഴിക്കുന്ന, എന്നാലും ഇതുവരെ മാർക്കറ്റ് നിന്ന് പോകാത്തൊരു കിടിലൻ ഐറ്റം അല്ലേ? ഇത് റെഡ് അല്ലേ? റെഡ് ഐ ആണ് വരുന്നത്. ഓക്കെ, ഇതെങ്ങനെ അത്യാവശ്യം കുഞ്ഞുങ്ങളെ കിട്ടാറുണ്ടോ അവിടെ? ഞാൻ ബ്രീഡിംഗ് കേജ് വെച്ച് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്. എന്നാലും അവര് കുറെ കഴിക്കും. എന്നാലും നമുക്കൊരു പരിമിതി ഉണ്ട് അല്ലേ? ഇത് നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ടോ? ഇഷ്ടം പോലെ. എങ്ങനെയാ പ്രൈസ് ഒക്കെ വരുന്നത്? 100-150 ആ ഒരു പ്രൈസ് തന്നെ വരുന്നുള്ളൂ അല്ലേ? ഓക്കെ, നമുക്ക് നല്ല അടുത്ത വെറൈറ്റി പരിചയപ്പെട്ടാലോ. ഇത് ഏതാ വെറൈറ്റി വരുന്നത്? നമ്മളെ ഡാർക്ക് നൈറ്റ് ഡ്രാഗൺ ആണ്. ഡാർക്ക് നൈറ്റ് ഡ്രാഗൺ. ഇതും എനിക്ക് തോന്നുന്നു പണ്ടത്തെ സ്റ്റൈൽ തന്നെയാണ് അല്ലേ? പക്ഷെ എന്നും നിലനിന്ന് പോകുന്ന ഒരു സ്റ്റൈൽ തന്നെയാണ് കാണുന്നത് അല്ലേ? നല്ല മാർക്കറ്റ് ഇപ്പോഴും ഉണ്ടല്ലേ? അത്യാവശ്യം നല്ല മാർക്കറ്റ്. ഓക്കെ, ഇതിനും എനിക്ക് തോന്നുന്നു മെയിലിനൊക്കെയാണ് കുറച്ചുകൂടി ഭംഗി കാണാൻ. മെയിലിന് തന്നെയാണ് ഭംഗി. അതേപോലെ പാല് നല്ലപോലെ വരും ചെയ്യും, കാര്യങ്ങളൊക്കെ വരും അല്ലേ? ഓക്കെ, നമുക്ക് ഇവിടെ എങ്ങനെ കൊടുക്കാനുണ്ടോ? ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, എങ്ങനെയാ പ്രൈസ് ഒക്കെ വരുന്നത്? 100-150. ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മളിപ്പോ പറഞ്ഞാലും ഒക്കെ 100-150 ആ ലെവലിലൊക്കെ നമുക്ക് ആ റേഞ്ചിൽ തന്നെയല്ലേ എല്ലാം വരുന്നുള്ളൂ? ഏകദേശം എല്ലാം വരുന്നുള്ളൂ. നമുക്ക് അടുത്ത വെറൈറ്റി പരിചയപ്പെട്ടല്ലോ. ഇതേതാ വെറൈറ്റി വരുന്നത്? ഇലക്ട്രിക് ബ്ലൂ ആണ് അല്ലേ? ഓക്കെ, നല്ലൊരു വെറൈറ്റി തന്നെ അല്ലത്? നല്ല വെറൈറ്റി ആണ്. പഴയ ലൈനാണ്. പക്ഷെ എന്താ വെച്ചാൽ എന്നും മാർക്കറ്റുള്ള ഒരു കിട്ടില്ല ഐറ്റം തന്നെയല്ലത്? നല്ലപോലെ ടൈല് വരുന്ന ഒരു ഐറ്റം ആണ്. ഓക്കെ, കുഞ്ഞുങ്ങളെ കഴിക്കാത്ത ഒരു നല്ലൊരു സ്റ്റൈന്. മക്കൾ അത്യാവശ്യം ഉണ്ടാവുമല്ലോ അല്ലേ? നല്ലപോലെ മക്കളെയും കിട്ടും. ഓക്കെ, ഇത് എന്ന് പറഞ്ഞാൽ അക്വേറിയത്തിലൊക്കെ നല്ല ലൈറ്റൊക്കെ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കാണാൻ പറ്റും. മറ്റേ കണ്ടു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് കളറേ കാണാം. ബ്ലാക്കിലാണ്
ഒരു എടുത്ത് കാണിക്കുക. എടുത്ത് കാണിക്കാം. പക്ഷെ സത്യം പറഞ്ഞാൽ നല്ല ലൈറ്റ് ഒക്കെ കൊടുത്ത് ഇതേമാതിരി സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അല്ലേ? ആ ആ ഓക്കെ, നമുക്ക് എന്നാലും ഇവിടെ ഇത് കൊടുക്കാനില്ലേ? ആ, ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, അടുത്ത വെറൈറ്റി പോയാലോ? അടുത്ത വെറൈറ്റി നോക്കാം. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ എന്നും ഹരായി തീർന്ന ഇപ്പോഴും മാർക്കറ്റ് പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി പരിചയപ്പെടാം. ഇത് ഏതാ വെറൈറ്റി വരുന്നത്? നമ്മളെ റെഡ് ഇയർ കോഴിയാണ്. റെഡ് ഇയർ കോഴിയാണ്. അതായത് അത്യാവശ്യം ഫുള്ള് റെഡ് ഇറങ്ങിയിട്ടുള്ള ഹെഡിലും ഫുള്ള് റെഡ് ഇറങ്ങിയിട്ടുള്ള അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഇപ്പോഴും നല്ല മാർക്കറ്റുള്ള ഒരു കിഡിൽ ഐറ്റം തന്നെയാണത്. എനിക്ക് തോന്നുന്നു ഇതില് അഹങ്കരിക്കാൻ പറ്റുന്നത് ഫീമെയിലിനാണ്. കാരണം ഫീമെയിലിനാണ് ഭംഗി കൂടുതൽ. കാരണം മറ്റേ മെയിലിനെക്കാട്ടും കൂടുതൽ ഫീമെയിലാണ് നല്ല ഭംഗിയുള്ളത് അല്ലേ? ഇതെങ്ങനെയാ പ്രൈസ് വരുന്നത്? ഒരു 300-350 ആ റേഞ്ചിൽ 350 രൂപയ്ക്കാണ് നമ്മളിപ്പോ റെഡ് ഇയർ കോഴി കൊടുക്കുന്നത്. പെയറായിട്ട് നല്ല ബ്രൂഡായിട്ട് ഏകദേശം ഒരു 3 മാസം 4 മാസം പ്രായമായ നല്ല ഐറ്റത്തിന് അല്ലേ? നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ട്. അത്യാവശ്യം കൊടുക്കാനുണ്ട്. നമുക്ക് നല്ല അടുത്ത വെറൈറ്റി പോയാലോ? അടുത്ത വെറൈറ്റി വരുന്നത് പ്ലാറ്റിനം റെഡ്. പണ്ടത്തെ വെറൈറ്റി തന്നെ. നല്ല മാർക്കറ്റ് എന്നുള്ള പണ്ടത്തെ വെറൈറ്റി തന്നെ അല്ലേ? ഓക്കെ, ഇതെങ്ങനെയാ നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ടാ? ഇഷ്ടം പോലെ കൊടുക്കാനുണ്ട് അല്ലേ? നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റെഡ് ഇയർ കോയിനേക്കാൾ ആ ഒരു റേറ്റിൽ അത് മാത്രമല്ലേ വരുന്നുള്ളൂ, ബാക്കിയൊക്കെ 150 ആ ഒരു ലെവലിലല്ലേ വരുന്നുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് അടുത്ത വെറൈറ്റിക്ക് പോയാലോ? ഇതേതാ വെറൈറ്റി വരുന്നത്? ഫുൾ ഗോൾഡ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ മാർക്കറ്റിൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് വളർത്താല്ലേ ഈ സാധനത്തിന്. കാരണം എപ്പോഴും മ്യൂട്ടേഷൻ വരികയും പിന്നെ അതേമാതിരി തന്നെ വേറെ എന്തിലേക്കും പിടിച്ചിട്ട് കഴിഞ്ഞാൽ വൈറ്റ് ആവുകയും ചെയ്യുന്ന ഒരു വെറൈറ്റി ഉള്ളത്. കളർ പെട്ടെന്ന് ചേഞ്ച് ആയിട്ട് ഇത് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് അല്ലേ? റിബണും വരും, നോൺ റിബണും വരും അല്ലേ? അത് രണ്ടിനും സെയിം റേറ്റ് തന്നെയാണോ? സെയിം റേറ്റ് തന്നെയാണ് അല്ലേ? ഇപ്പൊ ഇവിടെ കൊടുക്കുന്ന റിബൺ വെറൈറ്റി ആണെങ്കിലും അല്ലാത്ത വെറൈറ്റി ആണെങ്കിലും സെയിം റേറ്റ് തന്നെയാണ്. ഇപ്പം കുറച്ച് വൈറ്റ് ആയി തുടങ്ങിയിട്ടുണ്ടല്ലേ സ്ട്രെസ് വന്നപ്പോ? അതെ, അതെന്താ വെച്ചാല് നമ്മളെ പെട്ടെന്ന് സ്ട്രെസ് വരുമ്പോൾ മാറുന്ന കളറാണുള്ളത്. ഇതും എങ്ങനെയാ നോക്കിയെടുക്കാൻ എങ്ങനെയാ? നല്ല ബുദ്ധിമുട്ടാണോ? ബുദ്ധിമുട്ടാണ്, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതാക്കാണ്ടല്ലേ? നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ടോ? നമുക്ക് അടുത്ത വെറൈറ്റി പരിചയപ്പെട്ടാലോ? ഇതേതാ വെറൈറ്റി വരുന്നത്? പ്ലാറ്റിനം വൈറ്റ് ഇയർ ആണ് അല്ലേ? നല്ല വൈറ്റ് ഇയറും ഒക്കെ ഉള്ള നല്ലൊരു ഡോർസലൊക്കെ വരുന്ന നല്ലൊരു കിടിലൻ വെറൈറ്റിയാണ്. ഇത് റെഡ് ഇയർ അല്ലേ? അല്ല സോറി, റെഡ് ഇയർ റെഡ് ഐ അല്ലേ? ഡൈ ആയതുകൊണ്ട് തന്നെ നല്ല എന്താ പറയാ, കുഞ്ഞുങ്ങളൊക്കെ കിട്ടാനൊക്കെ നല്ല പ്രയാസമായിരിക്കും അല്ലേ? ബ്രീഡിംഗ് കേജ് വെക്കുന്നോണ്ട് കുറെയൊക്കെ ഇതാവുകയും ചെയ്യും. എന്നാലും അവര് കുറെ കഴിക്കും അല്ലേ? എനിക്ക് തോന്നുന്നു മെയിലിനെക്കാട്ടും കുറച്ചുകൂടി വലുപ്പം ഫീമെയിലിനാണ്. ഇതെങ്ങനെയാ നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ടോ? കൊടുക്കാനുണ്ട് അല്ലേ? നമുക്ക് എന്നാലും അടുത്ത വെറൈറ്റിക്ക് പോയാലോ? അടുത്ത വെറൈറ്റി നോക്കാം. ഇതേതാ വെറൈറ്റി വരുന്നത്? ജപ്പാൻ ബ്ലൂ ടൈൽ അല്ലേ? നല്ലൊരു കിടിലൻ വെറൈറ്റി തന്നെയാണ്. അത്യാവശ്യം നല്ല ലൈറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമുള്ള അക്വേറിയം വെറൈറ്റി തന്നെയാണ് അത്. ഓക്കെ, അതെങ്ങനെ നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ടോ? അത് കൊടുക്കാനുണ്ട് അല്ലേ? ഇതും അത്യാവശ്യം കുഞ്ഞുങ്ങളെ കിട്ടുന്ന വെറൈറ്റി. നല്ലപോലെ കുഞ്ഞുങ്ങളെ കിട്ടും ചെയ്യും. അത്യാവശ്യം കഴിക്കാത്തൊരു വെറൈറ്റി അല്ലേ? ഇത് നമുക്ക് ആ റേഞ്ച് തന്നെയാണോ? 100-150 അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഏകദേശം ഒരു 10-12-13 വെറൈറ്റി കാണിച്ചു. ബാക്കി നമ്മൾ കാണിക്കാത്തതിന്റെ ഉദ്ദേശം എന്താ സംഭവം എന്താ വെച്ചാൽ ഇപ്പൊ നിലവിലിപ്പോ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതായത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 25-26 വെറൈറ്റി ഇപ്പൊ നിലവിലുണ്ട്. അതില് എന്താ പറയാ, ഒരു സമയപരിമിതിയും എല്ലാം പാടൊക്കെ ആയതുകൊണ്ടാണ് നമ്മളൊരു 10-15 വെറൈറ്റിയിലെടുത്ത് നമ്മളിപ്പോ കാണിച്ചത്. ബാക്കി ഇനിയും നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും കാണിക്കും. കാരണം എന്താ വെച്ചാല് ഒരു 100 വെറൈറ്റി അത് ആയിട്ട് വേണം എനിക്ക് അടുത്ത വീഡിയോ എടുക്കാന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും ഉഷാറാവട്ടെ. എന്തായാലും അത് എത്താൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. അപ്പം എന്തായാലും ഇത്രയും നേരം നമ്മളെ സപ്പോർട്ട് ചെയ്ത വലിയൊരു താങ്ക്സ് ഉണ്ട്. അപ്പൊ എന്തായാലും വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല. പിന്നെ അത് കൂടാതെ തന്നെ നമ്മളൊരു ഗിവ് അവേയും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഷോർട്സിൽ എന്തായാലും വരുന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.